ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി CPIM. തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നത് എന്ന് എളമരം കരീം. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകൾ. ചിലർ ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചു. വിമർശനം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. അർജുൻ രാജന്റെ വിവരങ്ങളുമായി. അർജുൻ, 15ാം ദിവസത്തിലാണ് നിലവിൽ ആശാവർക്കർമാരുടെ സമരം. ഈ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരത്തിന് പിന്തുണ കൂടി വരുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാക്കൾക്ക് പുറമെ സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കുചേരുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ദേശാഭിമാനി ലേഖനത്തിൽ എളമരം കരീം പറഞ്ഞത് എന്തൊക്കെയാണ്? സേതു, ആർക്ക് വേണ്ടിയാണ് ഈ സമരനാടകം എന്ന പേരിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഈ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത്. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് സമരത്തിന് ഇറക്കിയതെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. അതിന് പിന്നിൽ ചില അരാജകത്വ സംഘടനകളാണെന്നാണ് എളമരം കരീം ആരോപിക്കുന്നത്. നേരത്തെ മൂന്നാറിൽ കണ്ട പെമ്പിളയൊരുമയുടെ സമരത്തിലും ഇങ്ങനെ കാണാമായിരുന്നു. അതും ചില അരാജക സംഘടനകളാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. അതേ മാതൃകയിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ഇപ്പോൾ സമരം നടത്തുന്നതെന്നാണ് എളമരം കരീം വിമർശിക്കുന്നത്. ചില ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചാണ് ഈ സമരത്തിന് കൊണ്ടുവന്നതെന്ന് എളമരം കരീം വിമർശിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനകളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ നേരത്തെ പെമ്പിള ഒരുമ സമരം നടത്തി. അതേ മാതൃകയിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ സമരം നടത്തുകയാണെന്നാണ് എളമരം കരീം വിമർശിക്കുന്നത്. നേരത്തെ ഈ ആശാവർക്കർമാർക്കുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നതിനുള്ള തുക, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. 468 കോടി രൂപ അതിന് വേണം. ആ തുക കേന്ദ്രം ലഭ്യമാക്കാത്തതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ NHM ആസ്ഥാനത്ത് കഴിഞ്ഞ മാസം 2 ദിവസം സമരം നടത്തിയിരുന്നു. അതൊന്നും മാധ്യമങ്ങൾ കണ്ടിരുന്നില്ല. അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ സമരത്തെ ഈ രീതിയിൽ കൊഴുപ്പിക്കുന്നതെന്ന വിമർശനം എളമരം കരീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ വേതനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും അതിന്റെ ഓണററിയും വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. ഈ സമരത്തിന് പിന്നിൽ ചില അരാജക സംഘടനകളാണ്. ആ സമരം അംഗീകരിക്കാൻ തക്ക നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല എന്ന ധ്വനിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എളമരം കരീം. ദേശാഭിമാനി പത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ലേഖനം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് CPMന്റെ നിലപാടായി തന്നെ കാണണം. 15 ദിവസം ഈ സമരം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ സമരക്കാരോട് അനുകൂലമായി പെരുമാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നുകൂടി ഈ എളമരം കരീമിന്റെ ഇന്നത്തെ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകും. ശരി അർജുൻ, ആശാവർക്കർമാരുടെ സമരത്തെ ഏറെക്കുറെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് CPM. മുഖപത്രത്തിലെ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ദാസ്.